പുതിയ KPCC അധ്യക്ഷനെ ഹൈക്കമാൻഡ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. കെ സുധാകരനെ മാറ്റിയാൽ വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ സൂക്ഷ്മതയോടെയാണ് നേതൃത്വം വിഷയം കൈകാര്യം ചെയ്യുന്നത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈക്കമാൻഡ് നീക്കങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച കെ സുധാകരൻ മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചു. നേതൃമാറ്റ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ അസംതൃപ്തി അറിയിച്ച് യൂത്ത് കോൺഗ്രസും ഇന്ന് രംഗത്തെത്തി. പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. ദില്ലിയിലെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി. പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പ്രതികരിച്ച KC വേണുഗോപാൽ തീരുമാനമെടുക്കേണ്ട സമയത്ത് കൃത്യമായ തീരുമാനം പാർട്ടി എടുക്കുമെന്നും വ്യക്തമാക്കി. തീരുമാനമെടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരിക, ലീഡർഷിപ്പ് ഉണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാനുള്ളത്. ഇതിനിടെ കെ സുധാകരൻ മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചു. തന്നെ അപമാനിച്ച് പുറത്താക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് സുധാകരൻ ആന്റണിയോട് പരാതി പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാനാണ് സുധാകരൻ ആന്റണിയെ കണ്ടതെന്നും വിലയിരുത്തലുകളുണ്ട്. സംസാരിക്കാണ്ടിരിക്കുമോ? സംസാരിച്ച് എന്താണെന്നും നിങ്ങളൊക്കെ പറയുന്നില്ല. നമ്മുടെ നാട്ടു വർത്താനെല്ലാം പറയാറുണ്ട്, എല്ലാ കാലത്തും പറയാറുണ്ട്, ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ നേതൃമാറ്റത്തിലെ അനിശ്ചിതത്വം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തീരുമാനം നീണ്ടുപോകുന്നത് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ലെന്നും മുതിർന്ന നേതാക്കൾ അച്ചടക്കം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് നേതൃമാറ്റത്തിലെ അനിശ്ചിതത്വത്തിന്റെ പോരളെന്ത്?